ഒരു സിമ്പിൾ മോര് കറി അല്ലെങ്കിൽ മോര് കാച്ചിയത് ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ഇതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം കുറച്ച് ഉലുവ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. പിന്നെ ഇതാ 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ കുറച്ച് ഒരു 5-8 ചുവന്നുള്ളി ചെറുതാക്കി അരിഞ്ഞതും കൂടി ചേർക്കണം. പിന്നെ ഇതാ കുറച്ച് കറിവേപ്പിൻ്റെ ഇല, 2 പച്ചമുളക് നെടുകെ ചീന്തിയത് എന്നിവ കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി വാട്ടിയെടുക്കണം. നമ്മളെപ്പോഴും മോരുകറി ഉണ്ടാക്കാനായിട്ട് അലുമിനിയം പാത്രം എടുക്കരുത്, സ്റ്റീലോ അല്ലെങ്കിൽ മൺചട്ടിയോ എടുക്കേണ്ടതാണ്. പിന്നെ അതാ അതിലേക്ക് കുറച്ച് മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ അളവിലുള്ള മുളക് പൊടിയും 1/4 ടീസ്പൂൺ അളവിലുള്ള ഈ മഞ്ഞൾപ്പൊടിയും കൂടിയാണ് ചേർക്കുന്നത്. എന്നിട്ടിത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മോരാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. മോര് ഒഴിച്ച് കൊടുത്താൽ പിന്നെ ഇത് തിളയ്ക്കാൻ അനുവദിക്കരുത് കേട്ടോ, അല്ലെങ്കിൽ പിരിഞ്ഞു പോവുള്ളൂ. അത്യാവശ്യം പുളിയുള്ള മോരാണ് കേട്ടോ എടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ തിളയ്ക്കാതെ തന്നെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഇത് മൂടി വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. 2 ദിവസം വരെ കേടാവാതെ ഇരിക്കും.